എത്ര മറച്ചുവെക്കാൻ ശ്രമിച്ചാലും തെളിവുകൾ നശിപ്പിച്ചാലും സത്യം പുറത്തുവരാൻ അധിക സമയമൊന്നും വേണ്ട. തൃശൂർ കുന്നംകുളത്ത് യുവാവ് മരിച്ച സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞത് ഒരു രാത്രിയുടെ ഇടവേളയിലാണ്. ചെറുവത്താനി സ്വദേശി വിഷ്ണുവിനെ വാക്കുതർക്കത്തെ തുടർന്ന് സുഹൃത്തുക്കൾ ചേർന്ന് മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റത് പറഞ്ഞാണ് വിഷ്ണുവിനെ ആശുപത്രിയിൽ എത്തിച്ചത്. ഡോക്ടർക്ക് തോന്നിയ സംശയവും CCTV ദൃശ്യങ്ങളുമാണ് കേസിന്റെ ചുരുളഴിച്ചത്. സംഭവത്തിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിഷ്ണു ബൈക്കിൽ നിന്ന് വീണ് പരുക്കു പറ്റിയെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയാണ് സുഹൃത്തുക്കൾ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. പരിശോധനയിൽ ഡോക്ടർക്ക് തോന്നിയ സംശയമാണ് കൊലപാതകമാണ് എന്ന കണ്ടെത്തലിലേക്ക് നയിച്ചത്. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ വിഷ്ണു മരിച്ചിരുന്നു. അപകടം സംഭവിച്ചാൽ ആശുപത്രിയിൽ എത്തിക്കാൻ ഇത്ര സമയം എടുക്കുമോ എന്ന സംശയമാണ് കൊലപാതക വിവരം പുറത്തു കൊണ്ടുവന്നത്. വിഷ്ണു മണിക്കൂറുകൾക്ക് മുമ്പേ മരിച്ചു എന്ന വിവരം സുഹൃത്തുക്കളെ അറിയിച്ചപ്പോൾ ആശുപത്രിയിൽ ഇവർ സംഘർഷമുണ്ടാക്കുകയും ചെയ്തു. വിവരം അറിഞ്ഞ് എത്തിയ കുന്നംകുളം പോലീസ് 3 പേരെയും കസ്റ്റഡിയിൽ എടുത്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വിഷ്ണുവും സുഹൃത്തുക്കളും തമ്മിൽ സംഘർഷം ഉണ്ടായതായി കണ്ടെത്തിയത്. കാവിലക്കാട് ആനയെ കെട്ടുന്ന സ്ഥലത്ത് വിഷ്ണു സ്ഥിരമായി പോകുന്നത് ചോദ്യം ചെയ്ത സുഹൃത്തുക്കൾ വിഷ്ണുവിനെ ആക്രമിക്കുകയായിരുന്നു. പിന്നാലെ ഇയാൾ ബോധരഹിതനായി വീഴുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ചെറുവത്തൂർ സ്വദേശികളായ ശ്രീശാന്ത്, ഷാജിദ്, കണ്ണൻ, വിഷ്ണുരാജ് എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ന്യൂസ് 18 തൃശൂർ.